ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 292 സീറ്റുകളിൽ വിജയം നേടി കേവല ഭൂരിപക്ഷം മറികടന്ന് NDA. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് NDA യോഗം ചേരും. തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിനായി INDIA ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. 233 സീറ്റുകളിലാണ് സഖ്യം വിജയം നേടിയത്. BJPയിലും NDAയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണ് ഇതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേന്ദ്ര മന്ത്രിസഭായോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 292 സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം മറികടന്ന് NDA. 240 സീറ്റുകളിൽ വിജയം നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. NDA സഖ്യകക്ഷികളായ തെലുഗുദേശം പാർട്ടി 16 സീറ്റിലും JDU 12 സീറ്റിലും വിജയിച്ചു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന INDIA 233 സീറ്റുകളിൽ വിജയം നേടി. കോൺഗ്രസ് 99 മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി 37 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 29 സീറ്റിലും DMK 22 വിജയം നേടി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി വാരാണസി മണ്ഡലത്തിൽ 1,52,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ 3.64 ലക്ഷത്തിന്റെയും റായ്ബറേലിയിൽ 3.9 ലക്ഷം വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ജ്യോതിരാദിത്യ സിന്ധ്യ, അനുരാഗ് സിംഗ് ഠാക്കൂർ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കനൌജിൽ നിന്നും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിദിഷയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, അർജുൻ മുണ്ടെ, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള, കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി തുടങ്ങിയവർ പരാജയപ്പെട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്കുകൾ പുറത്തുവന്നപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ UDF 18 LDF 1 NDA 1 സീറ്റിലും വിജയിച്ചു. തൃശൂരും ആലത്തൂരും ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും ആധികാരിക വിജയം നേടിയാണ് UDF സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. തൃശൂരിൽ 74,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയം സ്വന്തമാക്കിയതോടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി NDA അക്കൌണ്ട് തുറന്നു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രണ്ടാം വട്ടവും വിജയം നേടി. ആലത്തൂരിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA കേവല ഭൂരിപക്ഷം മറികടന്ന സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള കൂടിയാലോചനകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഇന്ന് NDA യോഗം ചേരും. INDIA സഖ്യവും ഇന്ന് വൈകുന്നേരം രാജ്യതലസ്ഥാനത്ത് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തെലുഗുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ഇന്ന് അമരാവതിയിൽ മാധ്യമങ്ങളെ കണ്ടു. NDA യോഗത്തിനായി ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിനു മുൻപായി മാധ്യമങ്ങളുമായി സംവദിച്ച അദ്ദേഹം TDP BJP ജനസേന സഖ്യത്തിന്റെ സംയുക്ത വിജയമാണ് ആന്ധ്രയിൽ കണ്ടതെന്നും വ്യക്തമാക്കി. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും NDA യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലേക്ക് തിരിച്ചു. ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനും NDA യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ NDA 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ഇന്നലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയിലും NDAയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ തീരുമാനമാണെന്നും വിധി അംഗീകരിക്കുന്നതായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ഇത് ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും ശ്രീ ഖർഗെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾ. ഇറ്റലി, മൌറീഷ്യസ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളാണ് തുടർച്ചയായ 3ാം വിജയത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ കേന്ദ്രമന്ത്രിസഭായോഗം ചേരുന്നു. അമിത് ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയത്തിന് പിന്നാലെയാണ് യോഗം.
കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗത്തിന്റെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 1968 കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക, ജപ്തി വസ്തുവിന്റെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തുക, റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അനുമതി നൽകൽ തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന ഭേദഗതികൾ. കേരള തീരത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ ഭൂമിയുടെ ഹരിതാഭയും ജൈവ വൈവിധ്യവും കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നു. സുസ്ഥിരതയിൽ അധിഷ്ഠിതമായ മെച്ചപ്പെട്ടതും ഹരിതാഭവുമായ ലോകം കെട്ടിപ്പടുക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭൂമി മാതാവിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ മൌലിക ഉത്തരവാദിത്തമാണെന്ന് പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മിക്കണമെന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. മനുഷ്യത്വവും പ്രകൃതിയും തമ്മിലുള്ള ഐക്യമാണ് സുസ്ഥിര ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജനങ്ങൾക്ക് ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഡൽഹിയിലെ ബുദ്ധജയന്തി പാർക്കിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തുടനീളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്ഷത്തൈ നട്ടു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, വി കെ പ്രശാന്ത് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2023-24 രാജ്യത്തെ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനം 3288 ലക്ഷം ടണ്ണിന് മുകളിലെത്തിയതായി കേന്ദ്ര കൃഷി മന്ത്രാലയം. കാർഷിക വിളകളുടെ ഉൽപാദനം സംബന്ധിച്ച് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൊത്തം അരി ഉൽപാദനം 1367 ലക്ഷം ടണ്ണാണ്. ഗോതമ്പിന്റെ ഉൽപാദനം 1129 ലക്ഷം ടണ്ണിലധികമാണെന്നാണ് റിപ്പോർട്ട്. മുൻ വർഷത്തേതിനേക്കാൾ 23 ലക്ഷം ടണ്ണിലധികം വർധനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ഓൺലൈനായി നടത്തുന്ന കീം എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. ഞായറാഴ്ച വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ. ഫാർമസി പരീക്ഷയ്ക്ക് മാത്രമായി പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 മുതൽ 5 വരെ നടക്കും. പരീക്ഷാർത്ഥികളുടെ തിരക്ക് കണക്കിലെടുത്ത് സർവീസുകൾ ക്രമീകരിക്കുമെന്ന് KSRTC MD അറിയിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നും പരീക്ഷാ സമയത്ത് സർവീസ് ഉണ്ടാകും. നിശ്ചിത സമയത്തിന് 2.5 മണിക്കൂർ മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ട സമയക്രമം കൂടി പരിഗണിച്ചാണ് ക്രമീകരണം. നീറ്റ് UG പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. exams.nta.ac.in/NEET എന്ന വെബ്സൈറ്റിൽ പരീക്ഷാഫലം ലഭ്യമാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് സ്റ്റേജിലെ ഇന്ത്യയുടെ അടുത്ത പോരാട്ടം ഈ മാസം 9 പാകിസ്ഥാനെതിരെയാണ്. കേരളത്തിലെ കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 292 സീറ്റുകളിൽ വിജയം നേടി കേവല ഭൂരിപക്ഷം മറികടന്ന NDA. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് NDA യോഗം ചേരും. തിരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിനായി INDIA ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. 233 സീറ്റുകളിലാണ് സഖ്യം വിജയം നേടിയത്. BJPയിലും NDAയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേന്ദ്ര മന്ത്രിസഭായോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.